സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മുഖമാണ് ഷാലിൻ എലിസ് എബിക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും. സ്നേഹത്തിൽ പൊതിഞ്ഞ ചോറ്റുപാത്രമുൾപ്പെടെ നൂതനവും വ്യത്യസ്തവുമായ ആശയങ്ങളിലൂടെ ഷാലിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംരംഭങ്ങൾ അതിൻ്റെ ലക്ഷ്യപ്രാപ്തി കൈവരിച്ചിരിക്കുന്നു. ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും കൈമുതലായുണ്ടെങ്കിൽ ഏതു പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ കഴിയും എന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഈ സ്ത്രീരത്നം. ഞാനേ എൻ്റേതല്ലെന്ന് നനച്ചാൽ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ ഇല്ലാതെയാക്കും? നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ എനിക്ക് എന്തിന് ജീവിക്കണം എന്നുള്ളത്. പക്ഷേ ദൈവം തന്ന ജീവൻ നമ്മുടേതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിനെ നശിപ്പിക്കാനോ അതുമായി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മുന്നോട്ട് പോകാനേ തരമുള്ളൂ. ഞാൻ ഷാലിൻ എലിസ് എബി, മക്കളുടെ പേര് ചേർത്ത് അറിയപ്പെടുന്ന ഒരമ്മ. ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ഏകദേശം 36 വയസ്സായപ്പോഴേക്കും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ത്രീ, 2 കുഞ്ഞുങ്ങളുമായി, കൗമാരക്കാരായ 2 കുഞ്ഞുങ്ങളുമായി ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി നിന്ന ഒരിടത്തു നിന്നാണ് എൻ്റെ 2ാമത്തെ ജന്മം തുടങ്ങുന്നത്. എൻ്റെ മുൻ ജന്മം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുനാളിലെ ജീവിതവും അതുപോലെ തന്നെ എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ വിവാഹവും അതിനോടൊപ്പമുള്ള എൻ്റെ ജീവിതവും എല്ലാം എന്നെ ഇന്ന് ഞാൻ ആക്കുന്നതിൽ ശക്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാതെ വയ്യ. തീർച്ചയായിട്ടും. കാരണം ജീവിതത്തിൽ കുഞ്ഞുനാളിൽ മുതൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുള്ള ഒരു ആഗ്രഹം നനച്ചത് കൊണ്ടായിരിക്കാം എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകുവാൻ തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു പകുതിയിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് ജീവിതത്തെ കൈ ചേർത്ത് പിടിച്ചത് നല്ല സൗഹൃദങ്ങളാണ്. ആ സൗഹൃദങ്ങളിലൂടെ എൻ്റെ കഥ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒന്നുമല്ലാതിരുന്നിടത്ത് ഇന്നൊരു സാമൂഹ്യ പ്രവർത്തകയും അതുപോലെ തന്നെ ഒരു സംരംഭകയുമാണ്. ഒരു സോഷ്യൽ ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നിന്ന് ഇന്നൊരു സീരിയൽ ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഇവിടെയൊക്കെ വലിയ മുതൽ മുടക്കുകളോ അല്ലെങ്കിൽ വലിയ ആൾബലമോ സാമ്പത്തിക പിൻബലമോ ഒന്നുമില്ലാതെ തന്നെ സംരംഭകയായ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു സാധാരണ സ്ത്രീ അവളുടെ മക്കളോടൊപ്പം ജീവിതം തുടങ്ങുകയും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് 24/7 സമയവും വർക്ക് ചെയ്യുകയും ചെയ്തിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് ഷാലിൻസ് ക്രിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൻ്റെ കീഴിൽ ഐഫ്രൂട്ട് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ചുറ്റുപാത്രം, പിന്നെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഷാലിൻസ് വാർഡ്രോബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ, അതായത് ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കാനായിട്ട് പെൺമ പെരുമ എന്ന പേരിൽ പവർ ഓഫ് ടുഗദർനെസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ കോൺസെപ്റ്റുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ തന്നെയാണ് ഞാൻ. മക്കൾ 2 പേരും പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആദ്യമേ തന്നെ ഞാൻ ചെയ്തതെല്ലാം കുഞ്ഞു ജോലികളാണ് കേട്ടോ. കാരണം ജീവിതത്തിൻ്റെ പെട്ടെന്നൊരു സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നിടത്ത് നിന്ന് ഞാൻ ആദ്യം 3000 രൂപ ശമ്പളത്തിനാണ് എൻ്റെ ജോലി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയെ നോക്കുന്ന ഒരു ജോലിയിൽ തുടങ്ങിയതാണ്. പിന്നീട് ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഓഖിയും പ്രളയവും ഒക്കെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയെ തകർത്ത് തുടങ്ങിയപ്പോഴും ട്രെയിനിങ് മേഖലയിലേക്ക് വന്നു. അവിടെ നിന്ന് 2019 ശാരീരികമായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസരം വന്നപ്പോഴാണ് എന്തെങ്കിലും പുതിയതായി ചെയ്യണം. കാരണം സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പാരൻ്റ് എന്നുള്ള നിലയിൽ
ഒരു ഒറ്റയ്ക്കായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലയിടങ്ങളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്ന് വരെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരു ജോലി ചെയ്യുക അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വീണ്ടും അവധിയെടുത്ത് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായി വന്നപ്പോഴാണ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ പ്രോജക്റ്റുകളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കോൺസെപ്റ്റുകൾ അവർക്ക് കുറേ പ്രോജക്ട്സ് ഉണ്ട്. അതിൻ്റെ കീഴിൽ ഞാൻ കേരളത്തിലെ ആദ്യത്തെ ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റ് തുടങ്ങുന്നത്. അത് തുടങ്ങുന്നതിൻ്റെ അന്ന് നിയർലി 18 lakhs പ്രോജക്റ്റായിരുന്നു. തുടങ്ങുന്നതിൻ്റെ അന്ന് അതിൻ്റെ തലേന്ന് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ തലേന്നാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. സത്യം ഏറ്റവും എല്ലാവരെയും പോലെ ഞാനും പകച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി നിന്നെടുത്ത് ജീവിതത്തിൽ മുന്നേറിയേ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് ആ ലോക്ക്ഡൗൺ കാലഘട്ടം ഞങ്ങളെ വീണ്ടും ഒരു പട്ടിണിയുടെ കാലഘട്ടത്തിലേക്കാണ് കൊണ്ടുപോയത്. കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭയങ്കര കഠിനമായിരുന്നു. അവിടെ മാസ്ക് നിർമ്മാണം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നു. കാരണം 108 ആംബുലൻസിന് മാസ്ക് തീരുകയും അതിൻ്റെ സോഴ്സുകളെക്കുറിച്ച് അറിയുകയും പിന്നീട് മാസ്ക് നിർമ്മാണത്തിലേക്ക് വരുന്നു. അതുവഴി പതിയെ പതിയെ ഹെൽത്തി ഫുഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നു. പ്രളയം തകർത്ത ജീവിതങ്ങളിൽ കോവിഡ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ കൂടി വന്നപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം വന്നു. ഏകദേശം 5 ലക്ഷത്തോളം രൂപ വീണ്ടും നഷ്ടം വന്നു. കാരണം നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം ഡേറ്റ് എക്സ്പയർഡായി. അവിടെ നിന്നുമൊക്കെ വീണ്ടും വീണ്ടും തിരിച്ചു വരണം എന്നുള്ളത് മാത്രമായിരുന്നു ലൈഫിൽ. അവിടെ എങ്ങനെ തിരിച്ചു വരുമെന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുവട്ടമുള്ള സോഴ്സുകളെ കണ്ടെത്തിക്കൊണ്ട് അതിൽ പുതിയ ബിസിനസ് മാർഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയാണ് ഐഫ്രൂട്ട് വീണ്ടും 10 മാസം കഴിഞ്ഞ് ഐഫ്രൂട്ട് വീണ്ടും പ്രവർത്തനത്തിലേക്ക് വരുന്ന സമയത്ത് ഐഫ്രൂട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വന്ന ഐസ്ക്രീം കഴിക്കാൻ വന്ന 2 കുഞ്ഞുങ്ങളെ അവരെ റോഡ് സൈഡിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞ് കാണുകയും അവരിലൂടെ അവർ ഭക്ഷണം കഴിക്കുന്നതിന് പകരം, അതായത് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് പകരം അവർ കഴിക്കുന്നത് പപ്സും നാരങ്ങ വെള്ളവും ഒക്കെയാണെന്ന് തിരിച്ചറിയുകയും ഉള്ളിൻ്റെ ഉള്ളിലെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അത് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ഈ കുട്ടികൾ ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രളയം വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഓടി നടക്കുക. കാരണം എന്താണ്, ഇനി ഭൂമിയിൽ വീണ്ടും ഒരു മണ്ണൊലിപ്പ് തടഞ്ഞ് പ്രളയം വരാതിരിക്കാൻ, അത് ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ഒരു യുവതലമുറയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? ആ ചിന്തയാണ് ആ 3 കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഭക്ഷണം കൊടുക്കാം, ഉച്ചഭക്ഷണം കൊടുക്കാമെന്ന് ചിന്തിക്കുന്നത്. ആ 3-ൽ നിന്ന് അത് 5ആയി. അങ്ങനെ എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നു. അവൻ്റെ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണമായിട്ട് തോന്നുകയും വീട്ടിൽ അവൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ സഹോദരി ഉണ്ടാക്കുന്ന ആ ഒരു ചിന്തയോടുകൂടി അവൻ ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയിലാണ് തുടങ്ങിയത്. ഇതും അതൊരു ബിസിനസ് ഐഡിയ ആയിട്ടില്ല. 39 രൂപയ്ക്ക് സ്റ്റുഡൻസിനും 49 രൂപയ്ക്ക്, അതായത് കുറച്ചുകൂടി ജോലി സമ്പാദിക്കുന്നവർക്ക് 49 രൂപയ്ക്കും ഒരു ഒരു ഫുൾ മീല് അവർക്ക് കൊടുത്തുകൊണ്ടാണ് എൻ്റെ ചോറ്റുപാത്രം തുടങ്ങുന്നത്. എൻ്റെ ചോറ്റുപാത്രം ഇന്നിപ്പോൾ ഏകദേശം 200-ൽ പരം ചോറ്റുപാത്രങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുക. സോ ആ ഒരു കോൺസെപ്റ്റ് തുടങ്ങി 2 വർഷം പിന്നിടുമ്പോൾ, ഇപ്പോൾ ഐഫ്രൂട്ട് തുടങ്ങിയിട്ട് 3 വർഷമായി, ചോറ്റുപാത്രം തുടങ്ങിയിട്ട് 2 വർഷമായി. അതിനോടനുബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഒരു പുതിയ ചിന്താഗതിയിലൂടെ വന്നേക്കുന്നത്. കേരളത്തിൽ ഈ പറയുന്ന എംപവർമെൻ്റ് എന്ന് പറയുന്നത് കേരളം മാത്രം നിൽക്കേണ്ടതല്ല. ഞാനുമായിട്ട് അടുപ്പമുള്ള അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുറേ ട്രൈബൽ NGOസും അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ അവിടെയുള്ള അതായത് നമ്മുടെ കേരളത്തിന് വെളിയിലുള്ള 8ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഷാലിൻസ് വാർഡ്രോബ് എന്നുള്ള ഒരു പേരിൽ ഞാൻ കോട്ടൺ, അതുപോലെ തന്നെ ഖാദി, ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, അത് നമ്മൾ തന്നെ അതിനുള്ള തുടക്കം മുതൽ ഒടുക്കം വരെ അവരോടൊപ്പം നിന്ന് അതിനുള്ള അസംസ്കൃത വസ്തുക്കൾ മുതൽ അതിനെ ഒരു സാരിയാക്കി മാറ്റുന്നത് വരെ അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ പുതിയതായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയെല്ലാം ചേർത്ത് പിടിക്കലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം എനിക്കൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ഉണ്ട്, ദാറ്റ് ഈസ് എ പെൺമ പെരുമ. അത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിങ്ങുകളുടെ കാലമാണ്. പക്ഷേ അവരെല്ലാവരും ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പൈസ കൊടുത്തിട്ട് ഒരു FBയിൽ പോസ്റ്റ് ഇടുക, ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് പലയിടത്തുമില്ല. പിന്നെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ഉള്ളത് യൂട്യൂബേഴ്സാണ്.
അവരുടെ ഇൻഫ്ലുവൻസ് മാർക്കറ്റിങ്ങിൻ്റെ തലം വേറെയാണ്. പക്ഷേ നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മളൊരു പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് അതിനെ അവർക്ക് ഐഡിയാസ് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിനെ കുറിച്ച് പറഞ്ഞ് വിശദീകരിച്ച് കൊടുത്ത് അതിൻ്റെ മാർക്കറ്റിംഗ് തലത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഒരു രീതിയോടുകൂടി ഇന്നിപ്പോൾ നമ്മൾ 4ഓളം സ്ത്രീകളുടെ പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ചേരുന്നതാണ് നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ്സുകളെല്ലാം മണി ഓറിയൻറ്റഡ് മാത്രമല്ല, സോഷ്യൽ ഓൺടർപ്രണർ സിസ്റ്റത്തിൽ പോകുന്ന ബിസിനസ് രീതികളാണ് ഇതെല്ലാം. ഈ ഇടയ്ക്ക് എൻ്റെ എന്താ പറയുക ചുറ്റുപാത്രത്തിൻ്റെ എന്തോ വീഡിയോ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താണ്. കൊച്ചിയിൽ നിന്ന്, എറണാകുളത്താണ് ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച ആളാണ്. അത് ട്യൂഷൻ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും എന്താ പറയുന്നത് വൈകിട്ട് ടീ കോഫി എന്തെങ്കിലും വാങ്ങി കുടിക്കുന്ന സമയത്ത് ഞാൻ ഈ പുള്ളിക്കാരിക്ക് കൂടി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പെൻസിലോ എന്തൊക്കെയോ ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഡാഡി അപ്പോഴും പുറത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് എൻ്റെ മക്കളോട് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു പണ്ടും ഇവളിങ്ങനെ ആയിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ സാമൂഹ്യ പ്രവർത്തനം എവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. ഷീ ഈസ് എ വെരി സച്ച് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. കാരണം എൻ്റെ വലിയമ്മച്ചി, എൻ്റെ മമ്മിയുടെ മമ്മി, പുള്ളിക്കാരി എനിക്ക് ഓർമ്മയുള്ളത് ഞങ്ങളുടെ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങളെയും കൊണ്ട് പള്ളികളിലൊക്കെ പുള്ളിക്കാരി ഭയങ്കര യാത്ര ഇഷ്ടമുള്ള ഒരാളാണ്. യാത്ര ഇങ്ങനെ പോകുമ്പോൾ പള്ളികളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ പെൺകുട്ടികൾ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടാൽ അവരുടെ വീട്ടിൽ പോയി ആ പെൺകുട്ടിയെയും കൊണ്ടുപോയി അവരുടെ വീട്ടിൽ പോയിട്ട് പറയും നിങ്ങളുടെ മകളെ ഞാൻ പഠിപ്പിക്കാം, എൻ്റെ കൂടെ വിടുമോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വല്യമ്മച്ചിയുടെ വീട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. എൻ്റെ സമപ്രായക്കാർ വരെ ഉണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ അവരെ വിവാഹം കഴിപ്പിച്ച് അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ മമ്മിയുടെ ബ്രദേഴ്സ് 4 പേരെയും വിവാഹം കഴിപ്പിച്ചത് ഏറ്റവും സാധാരണ വീടുകൾ. എൻ്റെ വല്യമ്മച്ചി മലേഷ്യയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് വന്ന് ഫൈനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ഫാമിലി ആണെങ്കിലും എല്ലാ രീതിയിലും അങ്ങോട്ടേക്ക് സ്വർണവും ഡ്രസ്സും ഒക്കെ കൊടുത്തിട്ടാണ് എൻ്റെ ആൻറ്റിമാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുമുണ്ട്. ചിലരുടെ കല്യാണങ്ങൾ എനിക്ക് അറിയുകയും ചെയ്യും. സോ അവിടെയൊക്കെ ചിലപ്പോൾ എൻ്റെ വല്യമ്മച്ചിയോട് കൂടെയുള്ള ഒരു നടത്തമൊക്കെ ആയിരിക്കാം എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്. പിന്നെ രണ്ടാമത് എൻ്റെ പുസ്തക വായനയിലൂടെ ഞാൻ വായിച്ച ഒരു കാര്യമുണ്ട്. നീ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നീ ഈ വഴിയിലൂടെ വീണ്ടും വരുന്നില്ല. സോ നിനക്ക് പോകുന്ന വഴിയിൽ, നീ നടന്നു പോകുന്ന വഴിയിൽ നിനക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരെ നീ ചേർത്ത് പിടിക്കുക. കാരണം നാളെ നീ തിരിച്ചു വരുമ്പോൾ അവർ ഒന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ആ വഴി ഉണ്ടാവില്ല. അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമുക്ക് ഒരാളെ സഹായിക്കാൻ തോന്നുവാണെങ്കിൽ അത് അന്നേരം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബൈബിളിൽ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു എന്താ പറയുക, മനുഷ്യർ നിങ്ങൾക്ക് ഇന്നത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവേ. പ്രവാചകന്മാരൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ്. പക്ഷെ ഞാനൊരു പ്രവാചക എന്നുള്ള രീതിയിലല്ല പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, നമ്മളുടെ ആവശ്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും. എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റയ്ക്കായി പോയപ്പോഴൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സമൂഹം പോലും ഉണ്ടായത് ഞാൻ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചതുകൊണ്ട്. ചോറ്റുപാത്രം തുടങ്ങി, ചോറ്റുപാത്രത്തിൽ ആ 3 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ ഇന്ന് എൻ്റെ 2 മക്കളും എൻ്റെ അടുത്തില്ല. പക്ഷേ എന്നെ നോക്കാനായിട്ട് ചോറ്റുപാത്രത്തിലൂടെ എനിക്ക് മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. സോ എന്താ പറയുന്നത്, അമ്മമാരുണ്ട്, നമ്മളെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും. അതിനൊരു പ്രത്യേകമായിട്ട് അതിനൊരു കോസൊന്നും ഇല്ലല്ലോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെയാണ്, എന്താണ്, ഒരാളെ എന്നെക്കൊണ്ട് എന്താണ് എനിക്കെല്ലാവരെയും സാമ്പത്തികമായിട്ട് സഹായിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതെന്താണോ അത് ചെയ്യുക, ജീവിതത്തിൻ്റെ അവസാനം വരെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. അതിന് അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തക ഇങ്ങനെയാണ് എന്നൊരു ലേബലിലാണെങ്കിൽ അതങ്ങനെ അങ്ങോട്ട് പോവുക, അത്രയേ ഉള്ളൂ.
ആക്ച്വലി ഞാൻ വായന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വായന മാത്രമല്ല, ഞാൻ വായിക്കുന്നത് ഇന്ന പുസ്തകം എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് വായിക്കുകയും ഒരുപാട് ഇടങ്ങളെക്കുറിച്ച് അറിയുകയും ചെയ്യും. അവിടുത്തെ ആളുകളുടെ രീതികളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതെൻ്റെ പഠനവും എൻ്റെ ജോലി ഒക്കെ എന്നെ ചെയ്തിട്ടുള്ളതായിരിക്കും. ഞാൻ ടൂറിസം സെക്ടറിൽ വർക്ക് ചെയ്ത ആളാണ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള കുറേ നല്ല അനുഭവങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആക്ച്വലി ഞാൻ ഇപ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങിയത്, അപ്ഡേറ്റഡ് ആയത്, നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാൽ മാത്രമേ ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോവുകയാണെങ്കിൽ, ഞാൻ ഹെൽത്ത് വൈസ് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ 3-4 ദിവസം അഡ്മിറ്റഡ് ആവുന്ന സമയമാണെങ്കിൽ പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു 2 വരി എഴുതിയിടും. ബിക്കോസ് ഐ ആം അലൈവ് എന്നുള്ള രീതിയിൽ. ലൈവായിരിക്കുക എന്നുള്ളത് ഒരു സംരംഭകയെ സംബന്ധിച്ച് അത്യാവശ്യം വേണ്ട ഘടകം. അവിടെ ഇപ്പോൾ അവർ ഫൈനാൻഷ്യലി സ്റ്റേബിളായി, അത് ലാഭം ഉണ്ടായില്ല എങ്കിൽ പോലും നമ്മൾ ലൈവായിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ലൈവ് ആകുമ്പോഴാണ് ആളുകൾ നമ്മളെ ഓർമ്മയിലിരിക്കുക. അപ്പോൾ ഒരു പെട്ടെന്നൊരു എന്തെങ്കിലും ഒന്ന് ഓർമ്മ വരുമ്പോൾ നമ്മളെ അവർ കണക്റ്റ് ആകാൻ പറ്റുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു സംരംഭക ജീവിതത്തിന് ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. സെയിം തിങ് ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്കും. സാമൂഹ്യ പ്രവർത്തക എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടണമെന്നൊന്നുമില്ല. നമുക്കത് അഭിപ്രായം എല്ലാവർക്കും പറയാം, നിലപാടുകൾ എല്ലാവർക്കും എടുക്കാം. പക്ഷെ ചില വിഷയങ്ങൾ നമ്മളത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഞാനൊരു വിഷയത്തിന് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളല്ല. ഞാനതൊരു 2 ദിവസമെങ്കിലും അതിനെ ഒന്ന് നിരീക്ഷിക്കും. ചില വിഷയങ്ങളാണെങ്കിൽ 2 ദിവസം വരെ എന്ന് പറയുന്നത്, ചിലത് ഞാൻ പെട്ടെന്ന് അതിനെപ്പറ്റിയുള്ള സോഴ്സുകൾ അന്വേഷിച്ചിട്ട്, നല്ല സൗഹൃദങ്ങളുണ്ട് പത്രത്തിലാണെങ്കിലും എല്ലായിടത്തും, അന്വേഷിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് ഇടപെടുന്നത്. അപ്പോൾ ഒരു അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകയ്ക്കും അതുപോലെ തന്നെ ഒരു സംരംഭയ്ക്കും അതിനേക്കാൾ ഉപരി ഒരു സ്ത്രീക്കും അത്യാവശ്യമായ കാര്യം. ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. അറിഞ്ഞാലല്ലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. സോ we should alive in the society and live in not future, not past, live in presence. ആ പ്രസൻസിൽ ജീവിക്കുമ്പോൾ നമുക്കിതെല്ലാം അത്യാവശ്യമാണ്. ആക്ച്വലി ഇങ്ങനെ ഒരുപാട് പേര് ഈ വീഡിയോ വന്നതിന് ശേഷമൊക്കെ പല വീഡിയോസിലൂടെ പലതും പറഞ്ഞതിന് ശേഷം പലരും ഇൻബോക്സിൽ വന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യണം, എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരോട് ഞാൻ ആദ്യം പറയുന്നത്, ഈ വേറൊരാൾക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്ത് അയാളുടെ ബിസിനസ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും, അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്താണ് തുടങ്ങുന്നത്? അപ്പോൾ അവരെന്നോട് തിരിച്ചു ചോദിക്കും, എന്താണ് തുടങ്ങിയാലാണ് വിജയിക്കുക? ഞാൻ പറയുന്നത്, ഇന്ന് എന്ത് തുടങ്ങിയാലും വിജയിക്കും. കേരളത്തിൻ്റെ മണ്ണ് വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ തുടങ്ങുന്നു, അതെവിടെ തുടങ്ങുന്നു, എങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാർക്കറ്റ് ചെയ്താൽ മാത്രമേ നമ്മളതിൽ വിജയിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത് തുടങ്ങുക, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തുടങ്ങാൻ പറ്റുക? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് ഒരു സ്ത്രീക്ക് തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ത്രീകളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പോലും അവർ 30% സബ്സിഡിയോട് കൂടിയുള്ള പ്രോജക്ട്സുകളുണ്ട്. ആ പ്രോജക്റ്റുകളെക്കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ ആ പ്രോജക്റ്റുകളെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ അങ്ങനെ ബിസിനസ്സിലേക്ക് വന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഞാൻ ആദ്യം കൊണ്ടുവന്നത്. ഇതൊരു 23% ഇരിക്കാൻ പറ്റുന്ന ഒരു കഫേയാണ്. ഇത് ഇവിടെ സ്റ്റാഫ് ഇല്ലെങ്കിൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതിനെ ഞാൻ ആദ്യം കണ്ടെത്തി. അതിലൂടെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ സമയത്തിനനുസരിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ഇതെല്ലാം കൂടി എങ്ങനെയാണ് പറ്റുക എന്നുള്ളത്. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 6 മണി മുതൽ 10 മണി വരെ, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ 6 മണി മുതൽ രാത്രി 8 മണി വരെ അവരുടെ ഷെഡ്യൂൾ നിങ്ങൾക്കറിയാം. ട്യൂഷൻ, സ്കൂള്, ട്യൂഷൻ, പിന്നെ വീട്, കളി, ഇങ്ങനെയാണ്. സോ സെയിം ആസ് ഞാൻ അതേ ഷെഡ്യൂളിലൂടെ പോകുന്നൊരു വ്യക്തിയാണ്. രാവിലെ സ്കൂള് എന്ന് പറയുന്നത്, ഞാൻ ട്യൂഷന് വരെ ഞാൻ രാവിലെ ചോറ്റുപാത്രം 10 മണിയാകുമ്പോൾ ചോറ്റുപാത്രം ഫിനിഷാവും. 11:30 മണിയാകുമ്പോഴേക്കും അതിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ 12 മണിക്ക് എൻ്റെ ഷോപ്പിലെത്തും. പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിലാണുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വൈകിട്ട് സമയത്ത്, ഞാൻ നേരത്തെ സ്റ്റാഫ് ഇല്ലാതിരുന്നപ്പോൾ ഞാനൊരു 2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസിന് പോകും. തിരിച്ച് ഷോപ്പിൽ വരും, രാത്രി 11 മണി വരെ ഷോപ്പിൽ, പിന്നെ തിരിച്ച് വീട്ടിൽ പോയി അടുത്ത കാര്യങ്ങൾ ചെയ്യും. സോ ഇത് ഞാൻ അസൈൻ ചെയ്ത്, ഞാൻ ഡിസൈൻ ചെയ്ത എൻ്റെ വർക്കാണ്. അപ്പോൾ ഒരു സംരംഭകയാകണമെന്നുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ അവരോട് ചോദിക്കും. ചോദിച്ചിട്ട് അതിൽ അവർക്കുള്ള അതിൻ്റെ
ആദ്യം ഞാൻ നെഗറ്റീവ്സാണ് പറഞ്ഞു കൊടുക്കുക. ആ നെഗറ്റീവ്സ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറയും ഇത് എഴുതിയെടുക്കുക. ഈ നെഗറ്റീവ്സിൽ എത്ര എണ്ണത്തിനെ നിങ്ങൾ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും, ആ പോസിറ്റീവാക്കി നിങ്ങൾ മാറ്റുന്നതിലാണ് നിങ്ങളുടെ വിജയമുള്ളത്. ആക്ച്വലി എൻ്റെ ബിസിനസ്സുകളെല്ലാം പ്രോഫിറ്റ് മാത്രം ഓറിയൻറ്റഡ് അല്ല. ഞാനപ്പോൾ ഒരു സോഷ്യൽ ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനെന്നല്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ എൻ്റെ ബിസിനസ്സിലെല്ലാം ഞാൻ കൊണ്ടുവരുന്നത് സസ്റ്റൈനബിൾ ബിസിനസ് സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ ചോറ്റുപാത്രം വെറും 49 രൂപയ്ക്കുള്ള ചോറ്റുപാത്രത്തിനകത്ത് വാഴപ്പിണ്ടിയും വാഴക്കൂമ്പ്, ചേന, ചേമ്പ്, കാച്ചിൽ അതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചിട്ടുള്ള കറികളാണ്. അത് കൂടുതലും നമ്മൾ ലേഡീസിൽ നിന്ന് വീടുകളിൽ തന്നെ സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതും കൃഷിയിടങ്ങളിൽ നമ്മൾ അവിടെ പോയി കണ്ടെത്തി അങ്ങനെ എടുക്കുന്നതാണ്. വിഷാംശം ഒട്ടും ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചെറിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് വെരി ഹാപ്പി ടു സേ, ഒരു സമയത്ത് ചില ഹോട്ടലുകൾ 50, 60 ഊണ് ചെയ്തുകൊണ്ടിരുന്നവർ വെറും 10 ഊണ് മാത്രം ചെയ്യുമ്പോഴും ഞാൻ 60 ഊണ് എന്ന് പറയുന്ന 60 തന്നെ നിൽക്കും. കാരണം അത് ഒന്ന് പ്രോഫിറ്റ് കുറഞ്ഞിട്ട് മാക്സിമം റീച്ചിങ് ഓഫ് കസ്റ്റമേഴ്സ്, അതെപ്പോഴും ഒരു ബിസിനസ്സിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമുക്കൊരു സസ്റ്റൈനബിൾ ബിസിനസ് സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. രണ്ട്, എൻ്റെ ഐസ്ക്രീം എന്ന് പറയുന്നത്, എൻ്റെ ഷോപ്പിൽ ഐസ്ക്രീം എന്ന് പറയുന്നത് ഷുഗർ ഇല്ലാതെ, അതായത് പ്രിസർവ്സ് ഇല്ലാതെ ചെയ്യുന്നതാണ്. പക്ഷേ ഐസ്ക്രീം തന്നെയാണ് വി ആർ മേക്കിംഗ് വിത്തൗട്ട് പ്രിസർവ്സ്. അവിടെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഹെൽത്തിനെ പേടിക്കുന്നവർക്ക് ഐസ്ക്രീം കഴിയത് ഡയബറ്റിക് പേഷ്യൻസിനുള്ളതല്ല കേട്ടോ, ഡയബറ്റിക്കാർക്കും കഴിക്കാം. കാരണം ഇത് അത്രയ്ക്ക് പ്യുവർലി നമുക്ക് പറയാൻ പറ്റുന്ന. അപ്പോൾ ഷുഗർ, നമ്മളിപ്പോൾ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ അവർക്കൊരു ഐസ്ക്രീം കഴിക്കണം എന്ന് വിചാരിച്ചാൽ ദേ ക്യാൻ കം ദെയർ. അപ്പോൾ നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന ആളുകളെന്ന് പറയുന്നത് അൺഹെൽത്തി പ്ലസ് ഹെൽത്തി ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പല ബിസിനസ് ഐഡിയാസും പ്രോഫിറ്റ് മാത്രം നോക്കിക്കൊണ്ട് പോകുമ്പോൾ അവർ ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ മാത്രമേ നോക്കുന്നുള്ളൂ. സോ നമ്മളുടെ വാഫൽ ചെയ്യുവാണെങ്കിൽ വി ആർ മേക്കിംഗ് വാഫൽ ഇൻ വീറ്റ്. അതുപോലെ തന്നെ വീറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ മോമോസ് പോലും നമ്മളുടെ പ്രൊഡക്ഷൻ നമ്മൾ എന്താ പറയുന്നത്, ഒരു ക്ലൗഡ് പ്രൊഡക്ഷനിലാണ് നമ്മൾ മോമോസ് വരെ എടുക്കുന്നത്. സോ അവിടെയും ഇതെല്ലാം നമ്മുടെ കൈ എത്തിച്ചേരുന്നിടത്താണ്. അപ്പോൾ നമ്മൾ ഒരു ടേസ്റ്റ്, നമ്മുടെ ഇവിടെ ഇപ്പം ഞങ്ങളുടെ ഷോപ്പ് ഇരിക്കുന്നത് വഴുതക്കാടിനും തൈക്കാടിനും ഇടയ്ക്കാണ്. എല്ലാവരും പറയും വലിയ തിരക്കുള്ള റോഡല്ല, ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളെ തിരക്കി വരുന്നവരാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു ഏരിയ എന്താ പറയുന്ന ഒരു ആൾ അങ്ങനെയൊന്നുമല്ല. നല്ല ഫുഡ് കൊടുക്കാം, നല്ല സർവീസ് കൊടുക്കാം, നമ്മൾ എവിടെയാണെങ്കിലും ആളുകൾ വരുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് സസ്റ്റൈനബിൾ എന്താ പറയുന്നത്, ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വലിയ ലാഭം ഒറ്റയടിക്ക് ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ലാഭം ഉണ്ടാവും. നമ്മൾ ഈ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഗ്രാജ്വലി നമ്മൾ ഗ്രോൺ അപ്പ് ആകും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസിൽ ഐഫ്രൂട്ട് നമ്മളിപ്പോൾ ആദ്യം നമ്മളൊരു ഫ്രാഞ്ചൈസി മോഡിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് നമ്മൾ ശ്രമിച്ചില്ല. ഇപ്പോൾ ഐഫ്രൂട്ട് എനിക്ക് വിവേക് എന്ന് പറഞ്ഞിട്ട് ഒരു മകനുണ്ട്, വിവേകാണ് ഇപ്പോൾ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അത് നോക്കിക്കൊണ്ട് പോകുന്നത്. സോ ഐഫ്രൂട്ടിൻ്റെ കാര്യം ഞാനിപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് അതിൽ കുറച്ചുകൂടി പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുക, പിന്നെ ഒരു വിവേകിനൊരു അസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റാഫിന്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ചോറ്റുപാത്രം ആണെങ്കിലും അസിസ്റ്റ് ചെയ്യാനായിട്ട് ചിഞ്ചു അതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ വാർഡ്രോബ് ആണെങ്കിലും നമ്മളിപ്പോൾ കെസാമി എമോർ എന്ന് പറയുന്ന ഒരു 20+ വെൻഡേഴ്സിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കോൺസെപ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. അവിടെ ഇതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വിങ്, ഷാലിൻസ് വാർഡ്രോബിൻ്റെ വിങ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ആക്ച്വലി ഞാനിപ്പോൾ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ ഏകദേശം 18ഓളം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മക്കളുടെ അതായത് സിംഗിളായ പാരൻസാണ് അവരെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മളുടെ ഒരു പിക്കിളിൻ്റെ പ്രോജക്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഡോണ്ട് സെൻഡ് ദം ടു സെക്സ് വർക്കിംഗ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ഇപ്പോൾ അതൊക്കെ ഒരു പ്രോപ്പർ ചാനലിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയൊന്നും ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ 2 ദിവസം ഒന്ന് കിടന്നു പോയാലും ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ മുട കൂടാതെ നടക്കും. അപ്പോൾ ഇനി അടുത്തത് എൻ്റെത് ഞാൻ പറഞ്ഞില്ല, പെൺമ പെരുമ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഏറ്റവും അടുത്തായിട്ട് തന്നെ നമ്മൾ മരപ്പാലത്ത് നമ്മുടെ ഒരു 3 ലേഡീസ് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് അത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവിടെ നമ്മൾ 2-3 പ്രോജക്ട്സുമായിട്ട് സപ്പോർട്ടിങ് ഓൺടർപ്രണർഷിപ്പ് പ്രോജക്ട്സുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അതാണ് ഒരു അപ്കമിങ് ഒരു പ്രോജക്റ്റ്.
പിന്നെ 2-3 മനസ്സിലാണ്. അതെല്ലാം ഈ പറയുന്നത് എല്ലാ പ്രോജക്റ്റുകളും അത് ഒന്നില്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് പ്രയോജനമുള്ളതായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് പ്രയോജനമുള്ളതായിരിക്കും. അതായത് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെയാണ് നമ്മുടെ പെൺമ പെരുമയുടെ കോൺസെപ്റ്റൊക്കെ പോകുന്നത്. ഈവൻ വി ആർ സപ്പോർട്ടിങ്, നമ്മൾ എല്ലാ ജെൻഡറിലുള്ളവരെയും ചേർത്ത് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ അപ്കമിങ് പ്രോജക്ട്സുകൾ വരുന്നുണ്ട്. സോ അത് എല്ലാം കൂടി ഇപ്പോൾ പറയാൻ പറ്റില്ല. അത് ഞാൻ ഈ ഉറക്കം എണീക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നടപ്പിലാക്കുന്ന ഒരാളാണ്. സോ ലൈഫ് ഒന്നേ ഉള്ളൂ. ഐ നോ മൈ ലൈഫ് ഈസ് നോട്ട് എന്താ പറയുന്നത് മുന്നോട്ട് പോവുക. കാരണം ഒരു 26 അറ്റ് മൈ ഏജ് ഓഫ് 26 ക്യാൻസറിൻ്റെ സാധ്യത കണ്ടിട്ട് യൂട്രസ് എടുത്ത് മാറ്റിയതിൽ തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളതാണ് ഞാൻ. ഇപ്പോഴും ഞാൻ ഒരു എന്താ പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം പോലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ ചെറിയ ടൈം ലിമിറ്റിൽ മാക്സിമം ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടു ബിക്കം എ റോൾ മോഡൽ ഫോർ സിംഗിൾ എന്താ പറയുന്ന പേഴ്സണാലിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഹോപ്പ് തിങ്സ് വിൽ വെരി എന്താ പറയുക നമ്മൾ വിചാരിക്കുന്നത് പോലെയും ആ ഒരു പോസിറ്റിവിറ്റിയിൽ മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.